നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം. അല്പനിമിഷത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. സ്തോത്രം. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ ഏലിശായുടെ വീട്ടുവാതിക്കൽ വന്നു നിന്നു. ഏലിശ ആളയച്ച്, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്ക, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെ ആയിത്തീരും, നീ ശുദ്ധനാകും എന്ന് പറയിച്ചു. അപ്പോൾ നയമാൻ ഏറ്റവും ക്രുദ്ധിച്ചു പുറപ്പെട്ടു. സ്വത്രം. അവൻ തന്നെ പുറത്തു വന്ന് അടുത്തു നിന്ന ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തൻ്റെ കൈ ആ സ്ഥലത്തിനു മീതെ ആട്ടി, ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കും എന്ന് ഞാൻ വിചാരിച്ചു. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ വ്യക്തമായി പറയുന്നത് മനുഷ്യൻ്റെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ. മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന വഴിയിൽ അല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് എപ്രകാരം എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവത്തിൻ്റെ വഴിയെ നടക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഈ നല്ല രാത്രിയിൽ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, തിരുവെഴുത്ത് വ്യക്തമായി പറഞ്ഞ മറ്റൊന്നിലും മറ്റൊരുവനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ നാം ആകാശത്തിൻ്റെ കീഴെ ഭൂമിയുടെ ഉൾപ്പരപ്പിൽ യേശുവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിച്ചല്ലാതെ നാം ആഗ്രഹിക്കുന്ന ഒരു ശുഭഭാവി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരത്തില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സ്തോത്രം. ബാക്കിയുള്ള എന്തിനെ വിളിച്ചപേക്ഷിച്ചാലും അവയെല്ലാം ഉപേക്ഷിക്കുന്നതാ. സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നോക്കി തള്ളിക്കളയും. നിൻ്റെ പോക്കറ്റിലെ ബാലൻസ് നോക്കി അവർ തള്ളിക്കളയും. എന്നാൽ എൻ്റെ യേശു കർത്താവ് നിൻ്റെ പോക്കറ്റിലെ പൈസയല്ല നോക്കുന്നത്, നിൻ്റെ ഭവനത്തിനകത്തെ നന്മയല്ല നോക്കുന്നത്, നിന്നെയാണ് നോക്കുന്നത്. സ്തോത്രം. കാരണം ദൈവത്തിന് ലോകത്തിൽ ആരെയും നോക്കേണ്ട ആവശ്യമില്ല. കാരണം ലോകം ദൈവത്തിൻ്റെ മഹത്വത്താൽ ഉളവായതാണ്. ലോകത്തിലുള്ള സകല സർവ്വചരാചരങ്ങളും സകല മാനവരാശിയും ദൈവത്താൽ ഉളവാക്കപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഭൂതലത്തിൽ മനുഷ്യന് പ്രാവർത്തികമായി ഉപയോഗിക്കാൻ നൽകിത്തന്ന വസ്തുവകളെയോ മൃഗസമ്പത്തുകളെയോ കർത്താവ് നോക്കാറില്ല. അവൻ നോക്കുന്നത് അവയെ അടക്കി വാഴുവാൻ അധികാരമേൽപ്പിച്ച തൻ്റെ കരതലത്താൽ മിനഞ്ഞെടുത്ത തൻ്റെ മനുഷ്യനെയാണ് നോക്കുന്നത്. ആ മനുഷ്യൻ ദൈവമുഖം അന്വേഷിക്കാതെ ലോകത്തിൻ്റെ പിന്നാലെയും ലോകത്തിൻ്റെ പിശാച് പറയുന്ന പ്രവൃത്തിയുടെ പിന്നാലെയും പോയി തകർന്നു വീണിട്ട് ആരും രക്ഷിപ്പാനില്ലാതെ നിലവിളിക്കുമ്പോൾ ആ നിലവിളി കേൾക്കുവാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് ദൈവസ്ഥലിൽ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്ന തൻ്റെ കുഞ്ഞിൻ്റെ നിലവിളി സ്വർഗത്തിലെ ദൈവം കേൾക്കും. സ്തോത്രം. ഇവിടെ വ്യക്തമായി നാം വായിച്ച വേദഭാഗത്തിൻ്റെ 1-ാം വാക്യം വായിച്ചാൽ, 5-ന്റെ-1 വായിച്ചാൽ അവിടെ കാണുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം. നയമാൻ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ മാന്യനായിരുന്നു, അവൻ മഹാനായിരുന്നു. സ്തോത്രം. നോക്ക്, രാജാവ് അവനെ ആ രാജ്യത്തുള്ള സകലരെക്കാളും ശ്രേഷ്ഠനായി എണ്ണിയിരുന്നു. സ്വത്രം. ആരെ ആദരിക്കുന്നതിലും അധികമായി നയമാനെ രാജാവ് ആദരിച്ചിരുന്നു. കാരണം തൻ്റെ രാജ്യത്തിന് യുദ്ധത്തിൽ ജയം നേടിക്കൊടുത്ത തന്ത്രശാലിയായ ബുദ്ധിശാലിയായ നയമാനെ രാജാവ് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നു. സ്തോത്രം. നമുക്ക് കാണാൻ സുമുഖൻ, സുന്ദരൻ, എല്ലാ നിലയിലും ക്വാളിറ്റി ക്വാണ്ടിറ്റിയും ഉള്ളവൻ. ലോകം കാണുന്ന ക്വാളിറ്റി അല്ല ദൈവം നോക്കുന്നത്, ലോകം പറയുന്ന ക്വാണ്ടിറ്റി അല്ല ദൈവം നോക്കുന്നത്. ദൈവം നോക്കുന്നത് ദൈവത്തിന് മുഖമന്വേഷിക്കുന്ന, തന്നെ താഴ്ത്തിക്കൊടുത്ത് ദൈവത്തോട് കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്ന ആരുണ്ടോ അവരെയാണ് ദൈവം നോക്കുന്നത്. സ്വത്രം. ലോകം ഒരു പക്ഷേ നിനക്ക് വലിയ പേരും പ്രശസ്തിയുടെ പട്ടമൊക്കെ തരും. സ്വത്രം. ലോകത്തിൽ നിൻ്റെ കൈ പണമുണ്ടെങ്കിൽ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്ത് നിന്നെ കരം പിടിച്ച് ഉയർത്തിയിരുത്തും. സ്തോത്രം. ഏതൊക്കെ സാമൂഹിക സംഘടനകളുണ്ടോ അതിൻ്റെയൊക്കെ തലപ്പത്ത് നിന്നെ കൊണ്ടിരുത്തും. ആരൊക്കെ ഏതൊക്കെ സഭയുടെ മേലധ്യക്ഷനായിരിക്കണമോ അവിടെ
അവിടെയും നിന്നെ പിടിച്ചിരുത്തും. എന്നാൽ നിൻ്റെ കാര്യത്തിൽ പണമില്ലെങ്കിൽ, നിന്നെക്കൊണ്ടൊരു കഴിവുമില്ലെങ്കിൽ ആരും നിന്നെ തിരിഞ്ഞു നോക്കുകയോ നിന്നോട് കൂടെ നടക്കുവാനോ നിന്നോട് കൂടെ വരുവാനോ നിന്നോട് കൂടെ ഇരിക്കുവാനോ ആരും തയ്യാറാകത്തില്ല. എന്നാൽ എൻ്റെ കർത്താവ് പറഞ്ഞൊരു കാര്യം കേൾക്കണമേ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. സ്തോത്രം. കുറഞ്ഞു എന്ന് കാണുമ്പോൾ ആര് നിന്നെ തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല. എൻ്റെ യേശു കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആഴം ഒന്ന് തിരിച്ചറിയണേ. നാം ഒക്കെ വലിപ്പം നോക്കി, സാഹചര്യങ്ങൾ നോക്കി, സന്ദർഭങ്ങൾ നോക്കി ഉന്നതങ്ങൾ തേടി ഓടുമ്പോൾ കർത്താവ് ഉന്നതത്തിൽ നിന്ന് താഴേക്ക് വന്ന് താഴെ കിടന്നവന് ഉന്നതത്തിലേക്ക് ഉയർത്തുവാൻ വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഒന്ന് ഓർത്ത് ആ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നീ തയ്യാറാവുമെങ്കിൽ നീ താഴ്ചയിൽ കിടക്കയില്ല, നീ ഉയർച്ച പ്രാപിക്കും. നേർച്ചകൾ കൊണ്ടോ കാഴ്ചകൾ കൊണ്ടോ അതുപോലെ തന്നെ മറ്റ് ദാനധർമ്മങ്ങൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ ഒരിക്കലും നീ ദൈവത്തിൻ്റെ മഹത്വം കാണുകയോ നിൻ്റെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുവാനോ കഴിയത്തില്ല. കാരണം ഇതൊക്കെ ദൈവം നിനക്ക് അനുഭവിക്കാൻ തന്നതാ. ആ സന്തോഷം നീ തന്നെ തല്ലിക്കെടുത്തി മനുഷ്യൻ പറയുന്ന വാക്ക് കേട്ട്, പിശാച് പറയുന്ന വാക്ക് കേട്ട്, ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തിൻ്റെ ആലോചനയും മറുത്ത് നീ ലോകത്തെ വെട്ടിപ്പിടിക്കാൻ ഓടുമ്പോൾ, ലോകത്തിൽ അംഗീകാരങ്ങൾ പലതും നിന്നെ തേടി വരുമ്പോൾ നീ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ഇതിനൊക്കെ നിനക്ക് ആയുസ്സും ആരോഗ്യവും ബലവും തന്ന് നിന്നെ ഇത്രത്തോളം നടത്തിയ നിൻ്റെ അരുമനാഥനായ കർത്താവിനെ നീ മറന്നിട്ട് ലോക സൗഭാഗ്യങ്ങളെ പുറകെ ഓടുമ്പം നീ ഓർക്കണം, ലോകം നിന്നെ വാഴ്ത്തുമ്പോഴും സ്വർഗം നിന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണെന്ന്. സ്തോത്രം. നോക്ക്, നയമാൻ സകലത്തിനും സർവത്തിനും ശ്രേഷ്ഠനെന്ന് ലോകം പറയുമ്പോൾ നയമാൻ അത് കേൾക്കാനുള്ള മനസ്സില്ല. നയമാൻ്റെ ഹൃദയം വിങ്ങിപ്പൊട്ടുകയാ. കാരണം ഞാനിതൊക്കെ ചെയ്തെങ്കിലും രാജകൊട്ടാരത്തിൽ രാജാവിനോട് കൂടെ ഇരിക്കേണ്ട ഞാൻ ആ രാജകൊട്ടാരത്തിനകത്ത് പോലും ചെന്ന് കയറാൻ കഴിയാത്ത വിധത്തിൽ ഞാൻ പുറംപറമ്പിൽ തള്ളപ്പെടേണ്ടവനായ ഒരു കുഷ്ഠരോഗിയാണ്. സ്തോത്രം. എൻ്റെ രോഗം സൗഖ്യമാകാത്തത്തോളം കാലം പട്ടണത്തിനകത്ത് എനിക്ക് ചെല്ലാൻ പറ്റത്തില്ല. അങ്ങനെ ചെന്നാൽ കുഷ്ഠമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പട്ടണത്തിൽ നിന്ന് കല്ലെറിഞ്ഞോടിക്കും. അകത്തളങ്ങൾ നീറിപ്പുകയുമ്പോൾ, അകത്തളങ്ങൾ വല്ലാതെ വേദനപ്പെടുമ്പോൾ ആരോട് പറയും? ആരോട് പറഞ്ഞാലും അവരെന്നെ കുഷ്ഠരോഗി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തൻ തള്ളിക്കളയും, പട്ടണത്തിന് വെളിയിൽ കൊണ്ട് കളയും. ഇനി ഞാൻ എന്തു ചെയ്യും എന്ന് ചോദിച്ച് വല്ലാതെ വ്യാകുലപ്പെട്ട് മനം കലങ്ങി തൻ്റെ ഭവനത്തിനകത്തിരിക്കുമ്പോൾ ഇതാ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ. അവിടെ വചനം പറയുന്ന സ്തോത്രം, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അടിമയായി പിടിച്ചു കൊണ്ടുവന്ന ഒരു പെൺകുഞ്ഞ് പറയുക, അല്ലയോ യജമാനനെ, നിന്റെ അടുക്കൽ വരുവാൻ എനിക്ക് യോഗ്യതയില്ല, നിന്നോട് സംസാരിപ്പാൻ എനിക്ക് കഴിവുമില്ല. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം, നിന്റെ വേദന എനിക്ക് മനസ്സിലാകുന്നുണ്ട്, നിന്റെ രോഗത്തിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞങ്ങൾക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ നിന്റെ വേദനയ്ക്കും നിന്റെ രോഗത്തിന് ശമനം തരുവാൻ ശമരിയിൽ ഒരു പ്രവാചകനുണ്ട്. അവൻ പ്രാർത്ഥിക്കുന്നവനാ, അവൻ ദൈവത്തോട് കൂടെ ഇരിക്കുന്നവനാ, അവൻ ദൈവത്തോട് കൂടെ നടക്കുന്നവനാ. അവൻ പറഞ്ഞാൽ സ്വർഗം കേൾക്കും. അതുകൊണ്ട് എൻ്റെ യജമാനന് കനിവ് തോന്നി, എന്നോട് ദയ തോന്നി. എൻ്റെ യജമാനൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വേദനപ്പെട്ടിട്ടാണ് ഞാൻ പറഞ്ഞു, യജമാനനെ, ശമരിയിലെ പ്രവാചകൻ്റെ അടുക്കലേക്ക് നീ ഒന്ന് പോയാൽ നിനക്ക് സൗഖ്യം വരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ എവിടെ പോകണമെന്ന് പറഞ്ഞാലും, ലോകത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാലും, ലോകത്തിൽ എപ്രകാരമൊക്കെ ഇരിക്കണം, കിടക്കണം, നടക്കണമെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യും. പക്ഷേ ജീവനുള്ള ദൈവത്തെ സേവിപ്പാൻ, ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പറയുന്നതനുസരിച്ച് ജീവിപ്പാൻ മാത്രം നമ്മോട് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് പറയുന്നവരെ ഇഷ്ടപ്പെടത്തില്ല, പറയുന്ന വാക്കും ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ പറയുന്നവരെ കണ്ണെടുത്താൽ കണ്ണും കൂടാ. പക്ഷെ ഇന്ന് രാത്രികാലം വ്യക്തമായി ഞാൻ പറയട്ടെ, ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും ദൈവ പൈതലേ, സ്വർഗം നിന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെ തല അവരുടെ മുമ്പിൽ ഒരു നാളിൽ ഉയർത്തപ്പെടും. സ്വത്രം. ഇന്നൊരു പക്ഷേ നീ അപമാനിക്കപ്പെടുന്നുണ്ടായിരിക്കും, ഇന്നൊരു പക്ഷേ നീ അവഗണിക്കപ്പെടുന്നുണ്ടായിരിക്കും, ഇന്നൊരു പക്ഷേ നിന്റെ ജീവിതത്തിൽ നിനക്ക് മുൻപോട്ട് സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ കഴിയാതെ നീ
തകർന്നും തളർന്നും ഇരിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഈ രാത്രിക്കാലം വ്യക്തമായി പറയട്ടെ, ശമരിയിലെ പ്രവാചകൻ രോഗം സൗഖ്യമാക്കുമെന്ന് കേട്ടപ്പോൾ സ്തോത്രം എല്ലാം മറന്ന് സ്തോത്രം രാജാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുക, എനിക്കൊരു എഴുത്ത് തരണം, ഞാൻ അവിടെ പോയി എൻ്റെ രോഗത്തെ ഒന്ന് സൗഖ്യമാക്കുവാൻ എന്നെ അനുവദിക്കണം. സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായി പഠിപ്പിക്കുന്നത് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. നമുക്കെന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മുഖത്തേക്കല്ല നോക്കുന്നത്, ദൈവത്തോടല്ല ചോദിക്കുന്നത്, ദൈവസന്നിധിയിലല്ല നിൽക്കാൻ ആഗ്രഹിക്കുന്നത്, മനുഷ്യരുടെ അടുക്കലാ ചെല്ലുന്നത്. സ്വത്രം. അയ്യോ ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നു, അയ്യോ ഞാൻ അങ്ങനെ ആയിരിക്കുന്നു, എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല, നിങ്ങൾക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വഴി പറഞ്ഞു തരാമോ? ലോകത്തിലെ മനുഷ്യൻ നിന്നെ വഴി കാണിച്ചാലുണ്ടല്ലോ, നീയും ലോകത്തിലേക്ക് പോകുകയല്ലാതെ നീ ദൈവത്തിൻ്റെ മഹത്വം കാണത്തില്ല. സ്വത്രം. നിൻ്റെ കഷ്ടങ്ങൾ വരുമ്പോൾ നിൻ്റെ വിചാരം നിന്നെ നോക്കി ചിരിക്കുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന്. നിൻ്റെ വേദന നിൻ്റെ അകത്ത് കിടക്കുമ്പം നിന്നെ നോക്കി ചിരിക്കുന്നത് നിന്നോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ്. അല്ല കുഞ്ഞെ, അങ്ങനെ വന്നല്ലോ എന്നോർത്ത് അകത്ത് പല്ല് ഞെർമ്മിക്കൊണ്ട നിന്നെ നോക്കി ചിരിക്കടി. ഇന്നലെ ഞാൻ തീരുമാനിച്ചതാ, ഇന്നലെ നീ ഞെളിഞ്ഞ് ഇങ്ങനെ പുത്തൻ സാരി ഉടുത്ത്, ഇന്നലെ നല്ല വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് നിൻ്റെ മക്കളുടെ കൂടെ നീ സന്തോഷത്തോടെ പോകുന്നത് കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ഇവക്കൊരു പണി കൊടുക്കണമെന്ന്. ഇപ്പം നിനക്ക് പണി കിട്ടിയില്ലയോ? ലോകം അതേ പറയത്തുള്ളൂ. നീയൊന്ന് ഉയർച്ച പ്രാപിച്ചാൽ, നിൻ്റെ വീടിനകത്ത് നന്നായി തീ പുകഞ്ഞാൽ, നിൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു നല്ല വിദ്യാഭ്യാസം കിട്ടിയാൽ, നിൻ്റെ കൂട്ടാളി ആരോഗ്യത്തോടെ ബലത്തോടെ സന്തോഷത്തോടെ ഇരുന്നാൽ ലോകം നിന്നെക്കുറിച്ച് നല്ലത് പറയത്തില്ല. ലോകത്തിൻ്റെ ആഗ്രഹം നീ നിൻ്റെ കുഞ്ഞുങ്ങളും തകർന്നു പോകണം, നശിച്ചു പോകണം. എന്നേക്കാൾ ഒരിക്കലും അവരുയരരുത്, എന്നേക്കാൾ അവൾ ഉയരരുത്, അവൻ ഉയരരുത് എന്നുള്ള ചിന്തയാ നമ്മുടെയൊക്കെ ചിന്താഗതിക്ക് അകത്ത് കിടക്കുന്നത്. എന്നാൽ ദൈവ പൈതലേ, അങ്ങനെ നീ ചിന്തിച്ചാൽ നിൻ്റെ അയൽവാസി, നിന്റെ കൂടപ്പിറപ്പ് തകർന്നു പോകണം നീ ചിന്തിച്ചാൽ നീ തകർന്നു പോകും. കാരണം എൻ്റെ ദൈവം അനീതിക്ക് കൂട്ടു നിൽക്കുന്നവനല്ല. എൻ്റെ ദൈവം കള്ളത്തരകളിലും കാപട്യങ്ങളിലും മറ്റുള്ളവനെ ചതിച്ച് നിന്നെ ജയിപ്പിക്കുന്നവനല്ല. എൻ്റെ ദൈവം നീതിയുള്ള ദൈവമാണ്. എൻ്റെ ദൈവം സത്യസന്ധനാ. എൻ്റെ ദൈവം ആരുടെയും പക്ഷം നിൽക്കുന്നവനല്ല. നീതിയോടെ നേരോടെ നടക്കുന്നവനക്ക് നന്മ കൊടുക്കുന്നവനാ എൻ്റെ ദൈവം. അങ്ങനെയാണെങ്കിൽ നേർച്ചകൾ കൊടുത്ത്, കാഴ്ചകൾ കൊടുത്ത്, അനുഗ്രഹങ്ങൾ വാങ്ങാം എന്ന് വിചാരിച്ച് നീ എവിടെ പോയാലും നീ നന്മ പ്രാപിക്കത്തില്ല, നീ അനുഗ്രഹം വാങ്ങിക്കത്തില്ല. കാരണം കൈക്കൂലി കിട്ടി കൊടുത്തിട്ട് വാങ്ങുന്നതല്ല ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം. പിന്നെയോ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്തുതിയിലും സ്തോത്രത്തിലും ആരാധനയിലും ഇറങ്ങി വരുന്നതാ. അങ്ങനെയാണെങ്കിൽ വചനം പറയുന്ന പ്രകാരം നേരോടെ വിശ്വസ്തയോടെ ദൈവവചനം പറയുന്ന പ്രകാരം ദൈവമുഖത്തേക്ക് നോക്കി നീ പ്രാർത്ഥിക്കുമെങ്കിൽ ഒരനർത്ഥവും നിനക്ക് വരത്തില്ല. ആരൊക്കെ നിനക്കെതിരെ, നിൻ്റെ കുടുംബത്തിനെതിരെ, നിൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരെ, നിൻ്റെ ജീവിതത്തിനെതിരെ പോരാടിയാലും ഒരു പിശാചും ഒരു മന്ത്രവാദവും ഒരു കൂടുപാത്രം ജയിക്കത്തില്ല കുഞ്ഞേ. ഒരു രോഗം കടന്നു വന്ന് നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ് ശത്രു വാദിച്ചാലും രോഗത്തിന് നിന്നെ വിട്ടുകൊടുക്കത്തില്ല. സാമ്പത്തിക പ്രതിസന്ധി വന്ന് നീ തകർന്നു പോകുന്നു, നീ വിശ്വസിക്കുന്നെങ്കിൽ എൻ്റെ സ്വർഗം നിന്നെ തകർത്ത് കളയത്തില്ലെന്ന് വിശ്വസിച്ചിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്ക്. ഈ ലോകത്തിൽ ജീവിക്കുന്ന നാം, ലോകക്കാരോട് കൂടെ യാത്ര ചെയ്യുന്ന നാം, ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവം നമുക്കുണ്ടാവണം. കാരണം ഞാനായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാല. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരു പ്രവൃത്തിയും ഒരു വാക്കും എനിക്ക് വേണ്ട. ദൈവത്തിന് ഇഷ്ടം മാത്രം എന്നെ നിവർത്തിക്കപ്പെടണമേ എന്ന് പറഞ്ഞ് വേർപെട്ട് ദൈവസന്നിധിയിൽ മുഴങ്കാലുമടക്കി നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നിൻ്റെ ജാതി ഏതോ, നിൻ്റെ മതമേതോ, നിൻ്റെ കുലമേതോ, നിൻ്റെ കുടുംബമേതോ എൻ്റെ കർത്താവ് നോക്കത്തില്ല. നിൻ്റെ പോക്കറ്റിലെ പണത്തിൻ്റെ ബാഹുല്യം നോക്കത്തില്ല, നിൻ്റെ പാരമ്പര്യം നോക്കത്തില്ല. പിന്നെ ദൈവം നോക്കുന്നത് നിന്റെ ഉടഞ്ഞ തകർന്ന നിന്റെ ഹൃദയത്തെയാ. അത് ദൈവത്തിന്റെ സന്നിധിയിൽ പകരുവാൻ നീ തയ്യാറുണ്ടെങ്കിൽ കൂട്ടുകാരിൽ പരമായി സ്വർഗം നിന്നെ നിറയ്ക്കും. നയമാന് കത്ത് കിട്ടി. നയമാൻ സ്വത്രം കത്തുമായി നേരെ അവിടുത്തെ രാജാവിൻ്റെ അടുക്കൽ ചെന്നു. സ്വത്രം. അങ്ങനല്ലേ ശ്രേഷ്ഠന്മാർ, ഉന്നതന്മാർ,
ഘനശാലികൾ, സമൂഹത്തിൽ പേര് കേട്ടവർ, സ്വത്രം ഏതിലായാലും പേര് കേട്ടവർ, സ്വത്രം അവരൊക്കെ ആരെ തേടിയേ പോകത്തുള്ളൂ? സമൂഹത്തിലെ ഉന്നതന്മാരെ, സമൂഹം അംഗീകരിക്കുന്ന ഉന്നതന്മാരെ തേടിയേ പോകത്തുള്ളൂ. പക്ഷേ ആ പെങ്കൊച്ച് പറഞ്ഞത് ആരെടുക്ക പോവാനാ പറഞ്ഞത്? സ്വത്രം അവിടെ പ്രാർത്ഥിക്കുന്ന, അവിടെ ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുന്ന ഏലീശായുടെ അടുക്കൽ ചെല്ലാനാ പറഞ്ഞത്. സ്വത്രം പ്രാർത്ഥിക്കുന്നവൻ്റെ അടുക്കൽ നീ പോവത്തില്ല, പ്രാർത്ഥിക്കാൻ നീ തലവണക്കത്തില്ല, പ്രാർത്ഥന കേട്ടാൽ നിനക്ക് ഇഷ്ടവുമല്ല. നേർച്ചയും കാഴ്ചയും കുമ്പസാരവും കുരിശുവരപ്പുമായിട്ട് നീ ജയിക്കാമെന്ന് പറഞ്ഞാൽ നീ പോകുന്നത്. കുഞ്ഞ് കാശ് കൊടുത്താൽ കിട്ടുന്ന സൗഖ്യം അല്പനേരത്തേക്കുള്ളൂ, അല്പകാലത്തേക്കേ ഉള്ളൂ. സ്വത്രം ഡോക്ടർമാർക്ക് തരാൻ കഴിയുന്ന സൗഖ്യം അല്പനാളത്തേക്കേ ഉള്ളൂ. എന്നാൽ ദൈവം തരുന്ന സൗഖ്യമുണ്ടല്ലോ, ദൈവം തരുന്ന അനുഗ്രഹമുണ്ടല്ലോ, ലോകത്തിൽ ആർക്കും അതിനെ എടുത്തു കളയാൻ പറ്റത്തില്ല, അതിനെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. ദൈവം തരുന്ന സൗഖ്യമുണ്ടല്ലോ, അത് നിത്യ സൗഖ്യമാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ വാക്ക് കേട്ടിട്ട് നീ മനുഷ്യൻ്റെ അടുക്കലേക്കല്ല പോകേണ്ടത്, ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകണം. ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു അത് പ്രകാരം ദൈവത്തിന് മഹത്വം കൊടുത്ത് നിന്നെ താഴ്ത്തി ദൈവത്തിൻ്റെ കരത്തിൽ കൊടുക്കണം. നോക്ക്, നയമാൻ തൻ്റെ അധികാരത്തിൻ്റെ പദവിയുടെ ബഹുത്വത്താൽ അവിടുത്തെ രാജാവിൻ്റെ കരത്തിൽ കത്ത് കൊണ്ട് കൊടുത്തു. ആര്? സ്വത്രം ആരാം രാജാവ് കൊടുത്ത കത്ത്. സ്വത്രം വളരെ പ്രതീക്ഷയോടെയാണ് പോകുന്നത്. കാരണം ഉന്നതങ്ങളിൽ 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 സ്വത്രം ഇങ്ങനെ പറയത്തില്ലേ, എനിക്ക് ഇവിടെ മാത്രമല്ല അങ്ങ് പിടിപാടുള്ളത്, എനിക്കങ്ങ് ഡൽഹിയിലും പിടിപാടുണ്ട്. തമാശ രൂപമാണ് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. സ്വത്രം അങ്ങനെയാണെങ്കിൽ എവിടെ നിനക്ക് പിടിപാടുണ്ടെങ്കിലും, ആരൊക്കെ നിൻ്റെ കൂടെ ഉണ്ടെങ്കിലും, നിൻ്റെ വീട്ടിലെത്ര SI ഉണ്ടെങ്കിലും, നിൻ്റെ വീട്ടിലെത്ര ഡോക്ടർ ഉണ്ടെങ്കിലും, നിൻ്റെ വീട്ടിലെത്ര കളക്ടർ ഉണ്ടെങ്കിലും, രോഗം അതൊന്നും നോക്കിയല്ല വരുന്നത്, സാമ്പത്തിക പ്രതിസന്ധി അതൊന്നും നോക്കിയല്ല വരുന്നത്, നിൻ്റെ കണ്ണുനീര് സ്വത്രം അതൊന്നും കണ്ടിട്ടല്ല വരുന്നത്. പിന്നെയോ നിൻ്റെ ജീവിതത്തിൻ്റെ പ്രവൃത്തി മേഖലയിൽ നിനക്ക് വന്നു പോകുന്ന പരാജയങ്ങൾ കണ്ടിട്ടാണ് വരുന്നത്. ആ പരാജയത്തെ ഇവർക്കാർക്കും വിജയമാക്കാൻ കഴിയത്തില്ല. കാരണം അവരൊക്കെ പല വഴികൾ പറയും, എന്നാൽ എൻ്റെ കർത്താവ് ഒരു വഴിയേ പറയത്തുള്ളൂ. സ്വത്രം നിൻ്റെ ഹൃദയം എനിക്ക് തരിക, നിൻ്റെ ഭാരം എൻ്റെ മേൽ ഇറക്കി വയ്ക്കുക, ഞാൻ നിന്നെ സൗഖ്യമാക്കാം, ഞാൻ നിന്നെ ശക്തീകരിക്കാം, ഞാൻ നിന്നെ സഹായിക്കാം. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു വ്യക്തിയെ ഭൂമിയിൽ ജീവിച്ചിരുന്നുള്ളൂ, ഇന്നും ജീവിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞവർ, അവർ പറഞ്ഞതുകൊണ്ട് അവർ തന്നെ മണ്ണിനടിയിലേക്ക് പോയി. അവരുടെ ശവശരീരങ്ങൾ അടക്കിയ ശവകുടീരങ്ങൾ പലതും ലോകത്തിൻ്റെ മുകളിലും മണ്ണിൻ്റെ മുകളിലും അതിൻ്റെ ഭൂമിയുടെ അടിയിലുമായി പോയപ്പോൾ സർവശക്തനായ കർത്താവ് സ്വത്രം മണ്ണിലേക്കല്ല പോയത്, വിണ്ണിലേക്കാണ് പോയത്. എന്തിനെന്നറിയാമോ? മണ്ണിൽ കിടക്കുന്ന നിന്നെ വിണ്ണിലേക്ക് കൊണ്ടുപോകുവാൻ. ഒന്നുകൂടി ചേർത്ത് പറയട്ടെ, നിൻ്റെ വില നിനക്കറിയത്തില്ല, പക്ഷെ നിൻ്റെ വില പിശാചിനറിയാം. സ്വത്രം നീ ആരാണെന്നും നീ എങ്ങനെ ജീവിക്കുമെന്നും നീ എങ്ങനെ ആയിരിക്കുമെന്നും നിനക്കറിയത്തില്ല, പക്ഷെ പിശാചിനറിയാം. സ്വത്രം അതുകൊണ്ടാണ് നിനക്കെതിരെ അവൻ പോരാടിക്കൊണ്ടിരിക്കുന്നത്, നിൻ്റെ തലമുറയ്ക്കെതിരെ അവൻ പോരാടിക്കൊണ്ടിരിക്കുന്നത്, നിൻ്റെ കൂട്ടാളിക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. നോക്ക്, നിന്നോട് മാത്രം എന്താ പിശാചിന് ഇത്ര പോരാട്ടം? നീയാണ് അവൻ്റെ തല തകർക്കാൻ ശക്തിയുള്ളവൻ, നിന്നെയാണ് സ്വർഗം പിശാചിനെ തല തകർക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ നീ ബലം പ്രാപിച്ചാൽ, ആ നീ കൃപ പ്രാപിച്ചാൽ, ആ നീ അഭിഷേകം പ്രാപിച്ചാൽ പിശാചിനെ തല തകരുമെന്ന് അവന് നന്നായിട്ടറിയാം. അതുകൊണ്ട് നിന്നെ ഏത് വിധത്തിലും നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ചോദ്യം ചെയ്തുകൊണ്ട്, നിൻ്റെ കൂട്ടാളിയുടെ ജീവിതത്തെ ചോദ്യം ചെയ്തുകൊണ്ട്, സാമ്പത്തിക പ്രതിസന്ധികളെ കൊണ്ടിട്ടുകൊണ്ട്, ശരീരാത്മതകളെ രോഗത്തിൻ്റെ അവസ്ഥ കൊണ്ടിട്ടുകൊണ്ട് തകർക്കുവാനവൻ പദ്ധതിയിടുമ്പോൾ, കുഞ്ഞേ, ലോകത്തിലേക്കല്ല ഓടേണ്ടത്, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് ദൈവസന്നിധിയിൽ നീ മുഴങ്കാലും അടക്കണം, എന്നിട്ട് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നിൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് സ്വർഗമിറങ്ങി നിൻ്റെ അടുക്കൽ വരും, നിനക്ക് സൗഖ്യം തരിക തന്നെ ചെയ്യും. നോക്ക്, നയമാൻ നോക്ക്, കത്തുകൊണ്ട് ചെന്ന് രാജാവിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ രാജാവിന് സന്തോഷമല്ല വന്നത്, പകരം ദേഷ്യമാ വന്നത്. വളരെ പ്രതീക്ഷയോടെ, വളരെ ആഗ്രഹത്തോടെ സൗഖ്യം ലഭിക്കുമെന്ന് പറഞ്ഞ് നാം പലയിടത്തും പോകാറുണ്ട്. സ്വത്രം പോയിട്ട് പലരും തിരികെ വരുന്നത് അതിലും ഇരട്ടി രോഗത്തോടെയാ. സ്വത്രം. ഇനി ചിലർ പോയാൽ തിരിച്ചു വരുന്നത് 1 മാസത്തെ ഗ്യാരണ്ടി വെച്ചിട്ടാ,
ചിലർ പോയാൽ തിരിച്ചു വരുന്ന ചില ദിവസങ്ങളുടെ ഗ്യാരണ്ടി പറഞ്ഞിട്ടാ. സ്വത്രം. അത് ചെയ്തില്ലെങ്കിൽ, ഇത് ചെയ്തില്ലെങ്കിൽ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ, ചത്തുപോകും. സ്വത്രം. ഇത് കേൾക്കുമ്പോഴേക്കും ദൈവ പൈതലിൻ്റെ അകത്ത് ഭയങ്കര വെപ്രാളവാ. സ്വത്രം. ഞാൻ വ്യക്തമായ ഓർമ്മയ്ക്ക് ഒന്ന് പെട്ടെന്ന് ഓടിച്ചു പറഞ്ഞിട്ട് തിരുവഴുത്തിലേക്ക് പെട്ടെന്ന് വരാം. സ്വത്രം. 2 വർഷം കോവിഡ് സമയം. സ്വത്രം. ചത്തുപോകുമെന്ന് പറഞ്ഞവർ ഇന്നും ജീവിച്ചിരിക്കുന്നു. ഇപ്പം ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യണം, ഇപ്പം തലച്ചോറ് മാറ്റിവെക്കണം, ഇപ്പം കാലിൻ്റെ ഞരമ്പ് വെട്ടിമുറിക്കണം, ഇപ്പം ഹാർട്ട് ബ്ലോക്ക് മാറ്റണം, ഇല്ലെങ്കിൽ നീ തട്ടിപ്പോകും. സ്വത്രം. ഈ 2 വർഷം ആശുപത്രി പോലും തുറന്നില്ല, നീ തട്ടിപ്പോയതുമില്ല. കാരണം അന്ന് നീ ആശ്രയിച്ചത് സർവശക്തനായ ദൈവത്തിലാണ്. ആ ദൈവം ഇന്നും ജീവിക്കുന്നു കുഞ്ഞേ. നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇപ്പം ജപ്തി വരും. ഇപ്പം നീ വീട്ടിൽ ഇറങ്ങിക്കൊടുക്കണം. നീ പട്ടിണി കിടന്ന് ചത്തുപോകും, നീ അവിടെ വീഴും ഇവിടെ വീഴും എന്നൊക്കെ പറഞ്ഞവർ വീണതല്ലാതെ നീ വീണില്ല. കാരണം നിന്നെ നിർത്തിയത് സർവശക്തനായ ദൈവമാണ്. സ്വത്രം. ഗോതമ്പ് മാത്രമേ കഴിക്കാവൂ, ബാലറി മാത്രമേ കുടിക്കാവൂ, ഓട്സ് മാത്രമേ കഴിക്കാവൂ. സ്വത്രം. ഏത് ഗോഡമണ്ണിൽ വർഷങ്ങളായി കെട്ടിക്കിടന്ന റേഷനരി പഞ്ചാമൃതം പോലെ തിന്നിട്ടും നിനക്കൊരസുഖവും വന്നില്ല. നീ തളർന്നു വീണില്ല, നിന്റെ ഷുഗർ കൂടിയില്ല, നിന്റെ പ്രഷർ കൂടിയില്ല, നീ ജീവനോടിരുന്ന കാരണം സർവശക്തനായ ദൈവം നിനക്ക് കാവലുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ മാറി, ഇന്നിപ്പം എല്ലാം ശുഭമായി എന്നൊരു തോന്നൽ ജീവിതത്തിൽ വന്നപ്പോൾ ആരെ വിളിക്കാൻ സമയമില്ല, ദൈവത്തെ വിളിക്കാൻ സമയമില്ല, ദൈവമുഖം അന്വേഷിക്കാൻ സമയമില്ല, ദൈവസന്നിധി പോയി അല്പനിമിഷം പ്രാർത്ഥിക്കാൻ സമയമില്ല. സ്വത്രം. ഇപ്പോൾ തിരക്ക് പിടിച്ച് ഓടുകയാണ്. സ്വത്രം. നീ ഓട്. എവിടെ വരെ ഓടുമോ അവിടെ വരെ ഓടാൻ ദൈവം നിന്നെ വിട്ടേക്കുക. നിൻ്റെ കൂടെ ദൈവം വരുന്നില്ല, പക്ഷെ നിൻ്റെ കൂടെ ഉപയായുണ്ട്. സ്വത്രം. അവൻ നിന്നെ എവിടെങ്കിലും കൊണ്ടിട്ട് തകർക്കും. ആ തകർച്ച വരുമ്പോൾ നീ ദൈവമുഖത്തേക്ക് നോക്കും. അതുവരെ നിന്നെ വിട്ടേക്കുക ദൈവം. എന്നാൽ അവൻ്റെ മുഖം അന്വേഷിക്കുന്നവരാരുണ്ടോ അവരെ സ്വർഗം കരുതിക്കൊണ്ടും ഇരിക്കുക. ഈ നല്ല രാത്രി വ്യക്തമായി പറയട്ടെ, മറ്റൊന്നിലും രക്ഷയില്ല എന്ന് പറഞ്ഞെങ്കിൽ ഈ രാത്രിക്കാലം, ഈ 2025 ഈ രാത്രിക്കാലം നിങ്ങളോട് പറയട്ടെ, സർവശക്തൻ നിങ്ങളെയും എന്നെയും കാത്തത് കൊണ്ടാ ഈ രാത്രിക്കാലം ഇവിടെ ഇരിക്കുന്നത് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്ക്. അനേക മക്കൾ ഇന്ന് രാത്രിയിൽ ഈ സമയത്ത്, ഈ 7:30 സമയത്ത് ICUവിൽ ശ്വാസം കിട്ടാൻ വേണ്ടി ബന്ധപ്പെടുന്നു. പകൽക്കാലം കണ്ട അനേക കുഞ്ഞുങ്ങൾ ആക്സിഡൻറ്റിൽപ്പെട്ട് വഴിയിൽ ചതഞ്ഞരഞ്ഞ് കിടക്കുന്നു. സ്വത്രം. അനേക കുഞ്ഞുങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി ഈ രാത്രി ഹോസ്പിറ്റലിൽ ക്യൂ നിൽക്കുമ്പോൾ നിനക്കും എനിക്കും ഒരാപത്തും വരുത്താതെ നിന്നെയും എന്നെ കാത്തത് സർവശക്തനായ ദൈവമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന് മഹത്വം കൊടുക്ക്. അവൻ ദീർഘായുസ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തും. നിന്റെ കുഞ്ഞുങ്ങളെ അവൻ മറന്നു കളയത്തില്ല, നിന്റെ കൂട്ടാളിയെ മറന്നു കളയത്തില്ല, നിന്നോട് ചെയ്ത വാഗ്ദത്തം അവൻ മറന്നു കളയത്തില്ല. ലോകം നിന്നെ വിടക്കെന്നെണ്ണിയാലും, നിന്റെ കുടുംബക്കാർ നിന്നെ തള്ളിക്കളഞ്ഞാലും, നിന്റെ കൂട്ടുകാർ നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും കുഞ്ഞെ നീ സേവിക്കുന്ന ദൈവം നിന്നെ കൈവിടാത്തത് കൊണ്ടാ ഇന്ന് പകൽക്കാലം, ഈ രാത്രിക്കാലം നീ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്ക്. അവൻ്റെ വാഗ്ദത്തം നിവർത്തി നീ നിന്റെ തലമുറയും പ്രാപിക്കുന്ന നാൾ വരെയും ഒരു രോഗത്തിനും നിന്നെ തകർക്കാൻ പറ്റത്തില്ല, ഒരു സാമ്പത്തിക ബാധ്യതകൾക്കും നിന്നെ തകർക്കാൻ പറ്റത്തില്ല, സമൂഹത്തിൽ ആ ഒരു വ്യക്തിക്കും നിന്നെ ഉടയ്ക്കാൻ പറ്റുന്ന തിരിച്ചറിഞ്ഞിട്ട് മുഴുമഹത്വം ദൈവത്തിന് കൊടുക്ക്. മനുഷ്യനിൽ ആശ്രയിച്ച് പോയാൽ നയമാനെ പോലെ നിരാശയോടെ മടങ്ങേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. നയമാൻ ഒരു രാജ്യത്തെ നിയന്ത്രിക്കുന്ന യുദ്ധതന്ത്രജ്ഞനായ, യുദ്ധത്തിൻ്റെ സേനയുടെ തലവനാ. അവന് പോലും നിരാശ വന്നു. കാരണം അവൻ പ്രത്യാശ വെച്ച, അവൻ വിശ്വാസം വെച്ച രാജാവ് അവനെ തള്ളി. അവൻ്റെ കൂട്ടാളിക്ക് അവനോട് സ്നേഹമുണ്ടെങ്കിലും അകത്ത് വെറുപ്പാ. സ്വത്രം. കൂടപ്പിറപ്പുകളെല്ലാം കുഷ്ഠരോഗിയാണെന്ന് അറിഞ്ഞപ്പോൾ അവനെ മാറ്റി നിർത്താൻ ശ്രമിച്ചു. രാജാവിന് പോലും അവൻ കൊട്ടാരത്തിനകത്ത് വരുന്നത് ഭയമായി.
സ്വത്രം. പക്ഷേ സ്വർഗത്തിലെ ദൈവമോ നയമാൻ്റെ കണ്ണുനീരിന് മറുപടിയായി ഒരു പെങ്കൊച്ചിനെ എഴുന്നേൽപ്പിച്ചു. ഇന്ന് രാത്രികാലം പറയട്ടെ, നീ കാണാത്ത ചില വഴികളുണ്ട്, നീ അറിയാത്ത ചില മണ്ഡലങ്ങളുണ്ട്. ദൈവം നിനക്ക് നിൻ്റെ തലമുറയ്ക്കും വേണ്ടി ആ വഴി ഒരുക്കി തരുമ്പോൾ നീ അത് ദൈവത്തിന് മഹത്വമായി മാറ്റിയിട്ട് ജീവിക്കുന്ന നാൾ മുഴുവനും ദൈവത്തെ ഉയർത്താൻ തയ്യാറായാൽ നീ ഒരിക്കലും തോറ്റുപോകത്തില്ലെന്ന് ഇന്ന് രാത്രികാലം ആത്മാവിൽ വിളിച്ച് പറയാ. നോക്ക്, നയമാൻ രാജാവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ രാജാവ് അവനോട് ദേഷ്യപ്പെട്ടു. ഞാൻ വൈദ്യനാണോ? ഞാൻ സൗഖ്യമാക്കുന്ന ദൈവമാണോ? നീ എന്തിനാ വന്നതെന്ന് എനിക്കറിയാം. നീ യുദ്ധം ചെയ്യാൻ വന്നവനാ. നീ തന്ത്രം പറഞ്ഞ് രാജ്യത്തെ ഉറ്റുനോക്കി എന്നോട് യുദ്ധം ചെയ്യാൻ വന്നവനാ. രാജാവ് വസ്ത്രം വലിച്ചു കീറി, അവനോട് ദേഷ്യപ്പെട്ടു. സ്വത്രം. നിരാശയോടെ നയമാൻ അവിടം വിട്ടിറങ്ങി. സ്വത്രം. നോക്ക്, നേരെ ഏലീശയുടെ അടുക്കൽ വന്നു. അപ്പോഴും അവൻ്റെ അഹങ്കാരം അവൻ മറന്നില്ല, അവൻ്റെ അഹന്ത അവൻ വിട്ടില്ല, അവൻ്റെ നെഹളം അവൻ വിട്ടില്ല. സ്വത്രം. അവൻ്റെ ആ ഗമ, അവൻ്റെ ആ പവർ അവൻ വിട്ടില്ല. സ്വത്രം. നോക്ക്, ഏലീശയുടെ കൂടാരത്തിൻ്റെ അടുക്കൽ സ്വത്രം വന്ന് നിൽക്കുമ്പോൾ അവൻ്റെ അകത്തൊരു ചിന്ത, ഞാൻ ആരാന്നറിയാമോ? എൻ്റെ പവർ എന്താണെന്നറിയാമോ? ഞാൻ വന്നെന്നറിയുമ്പോൾ അവൻ ഇറങ്ങി വരും. അവൻ ഇറങ്ങി വന്നവൻ്റെ കരം വെച്ച് എനിക്ക് പ്രാർത്ഥിച്ച് എനിക്ക് സൗഖ്യം തരും. കുഞ്ഞെ, നിൻ്റെ ചിന്തകളും നിൻ്റെ വിചാരങ്ങളും മടക്കി പോക്കറ്റിൽ വെച്ചിട്ട് ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് നീ അന്വേഷിച്ചിട്ട് അത് പ്രകാരം നീ നിന്നാൽ നീ സൗഖ്യം പ്രാപിക്കും. നിൻ്റെ സാമ്പത്തിക ബാധ്യത മാറും, നിൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ കണ്ണുനീര് മാറും. നിൻ്റെ ഭവനത്തിനകത്ത് നാളുകളായി ബന്ധിച്ചുകൊണ്ട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും കഷ്ടങ്ങളും കൊണ്ടുവന്ന് നിന്നെ തകർക്കുന്ന ശത്രു നിന്നെ വിട്ടു ഓടിപ്പോകും. സ്വത്രം. നയമാനിട്ടുണ്ടോ? താനൊന്ന് താഴാൻ മനസ്സില്ല. പക്ഷേ ഏലീശ പറഞ്ഞ് അവനെ എൻ്റെ വീട്ടിൽ കയറ്റണ്ട. സ്വത്രം. അവനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. സ്വത്രം. എന്താ കാര്യം? ഇത്ര നെഹളവും ഇത്ര വലിപ്പവും ഇത്ര പൊക്കവും ഇത്ര ജാടയുള്ളവനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അവൻ പോയി ആ യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങാൻ പറ. സ്വത്രം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇതാണ്. സ്വത്രം. വേറെ ഒന്നും പറഞ്ഞില്ല. വേറെ വല്ലോ പറഞ്ഞെങ്കിൽ സ്വത്രം വാരിക്കൊണ്ട് ഇട്ട് കൊടുത്തേനെ. സ്വത്രം. നമ്മളും അങ്ങനെ. സ്വത്രം. ദൈവത്തെ അറിയണം, ദൈവവചനം പഠിക്കണം, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കണം. അത് പ്രകാരം ജീവിച്ചാൽ നിൻ്റെ ജീവിതത്തിലെ എല്ലാ കഷ്ടങ്ങളും മാറും. നീ ഉയർച്ച പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കത്തില്ല, നീ നന്മ കാണും, നിൻ്റെ ഭവനത്തിനകത്ത് ഒരു ബാധയും അടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ സ്വത്രം. അവരൊരു ഉപദേശിയുടെ മനസ്സിൽ വെച്ചാൽ ആ പരിപാടി നിങ്ങളെന്നെ പെന്തിക്കോസുകാരനും പെന്തിക്കോസുകാരി ആക്കാൻ വേണ്ടിയില്ല, അത് നടക്കത്തില്ല ഉപദേശി എന്ന് പറയും. സ്വത്രം. നയമാൻ ചിന്തിച്ചത് സ്വത്രം അവിടെ നിന്ന് കൈ കാണിച്ച് എന്നെ അങ്ങ് സൗഖ്യമാക്കുന്നു. സ്വത്രം. ശ്രദ്ധിക്കുന്നത് യാഗത്തെക്കാളും സ്വത്രം അനുസരിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഇവൻ്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞു യോർദാനിൽ പോയി മുങ്ങണം. സ്വത്രം. അത് 1 പ്രാവശ്യം മുങ്ങിയാൽ പറ്റത്തില്ല. നിൻ്റെ അകത്തെ നെഹളം കുറയുന്നവരെ സ്വത്രം. നിൻ്റെ ആ ഈഗോ ഉണ്ടല്ലോ, നിൻ്റെ ആ പവർ ഉണ്ടല്ലോ, നിൻ്റെ ആ അഹങ്കാര മനോഭാവം ഉണ്ടല്ലോ, അതാദ്യം താത്തു വയ്ക്ക് നീ. സ്വത്രം. നീ ഏത് കുടുംബത്തിൽ ജനിച്ചാലും, നീ ആരുടെ തലമുറയാന്ന് പറഞ്ഞാലും, നിനക്ക് പറയാൻ ഏതെല്ലാം പാരമ്പര്യം ദൈവത്തിന് മുമ്പിൽ അതൊന്നും വില പോകത്തില്ല. കാരണം ദൈവത്തിന് താഴ്മയുള്ളവൻ്റെ മേൽ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് കൊടുക്കുന്നവൻ്റെ മേലെ ദൈവം കരം വയ്ക്കത്തുള്ളൂ. സ്വത്രം. നിൻ്റെ വിദ്യാഭ്യാസം ദൈവം നോക്കത്തില്ല, നിൻ്റെ കുടുംബ ബാക്ക്ഗ്രൗണ്ട് നോക്കത്തില്ല, നിൻ്റെ ബാങ്കിലെ ബാലൻസ് നോക്കത്തില്ല, നിൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലയുണ്ടോ അതൊന്നും കർത്താവ് നോക്കത്തില്ല. കർത്താവ് നോക്കുന്നത് താഴ്മയുള്ള ഒരു ഹൃദയമുണ്ടോന്നാ. സ്വത്രം. ക്ഷമിക്കുവാനും സഹിക്കുവാനുള്ള മനസ്സുണ്ടോന്നാ നോക്കുന്നത്. പറയുന്നത് അനുസരിപ്പാനുള്ള ഹൃദയമുണ്ടോന്നാ കർത്താവ് നോക്കുന്നത്. അങ്ങനെയെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടും, നീ ഉയർച്ച പ്രാപിക്കും. ആ ഉയർച്ചയെ താഴ്ത്തുവാൻ ലോകത്തിൽ ആർക്കും ദൈവം അനുവാദം കൊടുക്കത്തില്ല. നോക്ക്,
ദേഷ്യം. സ്വത്രം. നയമാന്. സ്വത്രം. കാര്യം എന്താ? സ്വത്രം. പോയി യോർദാനെ മുങ്ങാൻ പറഞ്ഞേക്കുന്നു. ഞാൻ ആരാന്നറിയാമോ? എൻ്റെ കുടുംബം ഏതാണെന്നറിയാമോ? എൻ്റെ അധികാരം എന്താണെന്നറിയാമോ? ഞങ്ങൾ ഏത് തറവാടാണെന്നറിയാമോ? ഇതൊക്കെയാ നീ പറയും. നിനക്ക് രക്ഷ വേണോ? നിനക്ക് സൗഖ്യം വേണോ? നിൻ്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടണോ? നിൻ്റെ കുടുംബം ദേശത്ത് അംഗീകരിക്കപ്പെടണോ? നിൻ്റെ പട്ടിണി മാറണോ? നിൻ്റെ തലമുറ നേരായ മാർഗത്തിൽ ജീവിക്കണമോ? നിൻ്റെ കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാവണമോ? കർത്താവിൻ്റെ വചനം പറഞ്ഞതനുസരിച്ചാലേ രക്ഷപ്പെടത്തുള്ളൂ. അല്ല ലോകത്തിൽ ഏത് മാർഗം നീ സ്വീകരിച്ചാലും, എവിടെയൊക്കെ പോയി മുട്ടിയാലും, എവിടെയൊക്കെ പോയി ഉരുണ്ടാലും, എവിടെ പോയി വീണാലും നീ രക്ഷപ്പെടത്തില്ല. ആ രക്ഷപ്പെടുന്ന ആ തൽക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ വിശുദ്ധ തിരുവെഴുത്ത് സങ്കീർത്തനം 128:1 പറയുന്ന പ്രകാരം യഹോവയെ ഭയപ്പെട്ട്, ദൈവത്തെ ഭയപ്പെട്ട്, അവൻ്റെ വചനം പറയുന്ന വഴിയിൽ എൻ്റെ രക്ഷകനായ കർത്താവ് എന്നെ അന്ത്യത്തോളം നടത്തുവാൻ വിശ്വസ്തനാണെന്ന് പറഞ്ഞ് നിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ കാര്യത്തിൽ കൊടുത്താൽ നീ ഒരു അനുഗ്രഹമാകും. സ്വത്രം. നിൻ്റെ കൈകളുടെ അതൊരു പല ഡോക്ടർമാരും ലോകത്തിലെ പലിശക്കാരും തിന്നത്തില്ല, നീ തിന്നും. സ്വത്രം. ഇത് വേണോ കുഞ്ഞേ? ഇത് വേണമെങ്കിൽ മറ്റൊരുത്തനിലും രക്ഷയില്ല, യേശു ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. ആ യേശുവിൽ പൂർണ്ണമായി വിശ്വസിച്ചിട്ട്, അപ്പാ ഞാൻ ഒന്നുമില്ല, നീ മാത്രമാണ് സർവവും, നിന്നെ കൊണ്ട് മാത്രമേ എന്നെ രക്ഷിപ്പാൻ കഴിയൂവെന്ന് നീ രാത്രിക്കാലം ഈ പ്രസംഗം കേൾക്കുന്ന എവിടെയാണോ അവിടെ ഇരുന്നൊന്ന് പറഞ്ഞു നോക്ക്. സ്വർഗ്ഗം നിന്റെ അടുക്കൽ ഇറങ്ങി വരും. സ്വത്രം. നയമാൻ പറഞ്ഞെന്തോ അറിയാമോ? എൻ്റെ നാട്ടിൽ സ്വത്രം തെളിഞ്ഞ് ശുദ്ധമായി ഒഴുകുന്ന അപാരയും ബർബരയും ഉള്ളപ്പോൾ കലങ്ങി മറിയുന്ന യോർദാന് മുങ്ങാനോ? അതേടാ കുഞ്ഞെ, നീ ആദ്യം നിൻ്റെ ഹൃദയത്തിനകത്തെ കലക്കം മാറണമെങ്കിൽ ആ കലക്കലിൽ തന്നെ മുങ്ങണം. ആ ഒഴുകുന്ന കലക്കവെള്ളത്തിനകത്ത് ഇതും കലങ്ങിപ്പോകണം. സ്വത്രം. എന്നാലേ നീ ശുദ്ധനാവത്തുള്ളൂ. ആദ്യം നിൻ്റെ ദുർസ്വഭാവങ്ങൾ വിട്ടുതിരിയണം. നിൻ്റെ കൂടപ്പുറപ്പിനെ നീ സ്നേഹിക്കണം. നിൻ്റെ കൂട്ടാളിയെ ചേർത്ത് പിടിക്കണം. നിൻ്റെ സഹോദരങ്ങളോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കണം. സ്വത്രം. നിൻ്റെ ഭവനം ദൈവത്തിൻ്റെ ഭവനമായി മാറണം. നീ ഒരു ദൈവത്തിൻ്റെ പൈതലായി മാറണം. അങ്ങനെ മാറിയാൽ ഈ ലോകത്തിൽ ഒരു അന്ധകാര ശക്തിയും നിന്നെ തൊടത്തില്ല. ഒരു വിളിച്ചു നേർച്ചയും നിനക്കെതിരെ വരത്തില്ല. ഒരു പൈശാചികനും നിന്റെ തലമുറയെ നശിപ്പിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ആറ്റുനോറ്റു വളർത്തുന്ന സ്വത്രം സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് വളർത്തുന്ന നിന്റെ തലമുറ നീ പറഞ്ഞാൽ കേൾക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നീ ആദ്യം ദൈവം പറയുന്നത് കേൾക്ക്. സ്വത്രം. നീ ആദ്യം ദൈവം പറയുന്നത് കേൾക്കുക, അത് പ്രകാരം നില്ല്. എന്നിട്ട് നീ ദൈവത്തോട് പറഞ്ഞ് നിന്റെ തലമുറയെ നേരെയാക്കണമെന്ന് ദൈവം നേരെയാക്കി തരും. നമുക്ക് കലങ്ങി മറിയുന്ന യോർദാന് എന്നെ കൊണ്ട് പറ്റത്തില്ല. സ്വത്രം. ഉപദേശിയുടെ പണി അങ്ങ് കയ്യിരിക്കട്ടെ. നീ എന്നെ കലക്കവെള്ളത്തിൽ മുക്കി നീ എന്നെ പൊക്കിയെടുക്കാനുള്ള പരിപാടിയല്ലയോ? നയമാൻ പറഞ്ഞു പറ്റത്തില്ല. എടാ, നിൻ്റെ ബുദ്ധിക്കും നിൻ്റെ ശക്തിക്കും നിൻ്റെ പണത്തിനും നിൻ്റെ സ്വർണത്തിനും നിൻ്റെ പ്രൗഢിക്കും നിൻ്റെ മെർസിഡസ് ബെൻസിനൊന്നും നിന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല. ഇനി ഏത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ നിനക്കുണ്ടെങ്കിലും അവന് നിൻ്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയത്തില്ല. ദീർഘായുസ്സോടെ ഇരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ സർവശക്തനായ ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ജീവനോടെ ഇരുന്ന് ദൈവത്തിൻ്റെ മഹത്വം കാണും. എന്താ മഹത്വം? നിൻ്റെ മക്കളുടെ മക്കളെയും. സ്വത്രം. അതാ ദൈവത്തിൻ്റെ മഹത്വം. നിൻ്റെ ആയുഷ്കാലം മുഴുവനും അസുഖം വന്ന് കിടന്ന് നരകിച്ച് ചാവാതെ ജീവനോടെ ഇരുന്ന് ദൈവത്തിൻ്റെ മഹത്വം വർണ്ണിപ്പാൻ ദൈവം നിന്നെ സഹായിക്കും. സ്വത്രം. ക്രുദ്ധിച്ച് ദേഷ്യപ്പെട്ട് ചാടിത്തുള്ളി സ്വത്രം നയമാൻ മടങ്ങി. സ്വത്രം. അവൻ എന്തിനാ വന്നത്? രോഗം സൗഖ്യമാകാൻ. രാജസ്ഥാനത്ത് പോയി തനിക്ക് കൊടുത്തിരിക്കുന്ന ഇരിപ്പിടത്തിൽ ഞെളിഞ്ഞൊന്നിരിക്കാൻ അവൻ മടങ്ങിപ്പോയതെങ്ങനാ? ആ തനിക്കുണ്ടായിരുന്ന രോഗത്തോടെയാ. സ്വത്രം. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറയ്ക്കപ്പെട്ടത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുമെന്ന് തിരുവെഴുത്ത് പറയുന്നുവെങ്കിൽ
തൻ്റെ പരിചാരകനായ, തൻ്റെ സൂക്ഷിപ്പുകാരനായ ആ കാവൽക്കാരൻ പറയുക, യജമാനനെ, നീ സ്വർണം കൊടുക്കാൻ പറഞ്ഞ, നീ വസ്ത്രം കൊടുക്കാൻ പറഞ്ഞ, നീ കൊണ്ടുവന്ന ഈ പടസൈന്യത്തെ മൊത്തം കൊടുക്കാൻ പറഞ്ഞ നീ കൊടുക്കത്തില്ലയോ? ഇതൊന്നും ചോദിച്ചില്ലല്ലോ. സ്വത്രം. കാറ് ചോദിച്ചില്ല, വീട് ചോദിച്ചില്ല, സ്വത്രം. ഇനി 2 ചാക്ക് അരി ചോദിച്ചില്ല. പിന്നെ പോരാഞ്ഞിട്ട് 10 ഒട്ടകത്തെ, 10 കാളയെ, 10 ആടിനെ ഒന്നും ചോദിച്ചില്ല. പിന്നെ ഒന്ന് കുളിക്കാനല്ലേ, ഒന്ന് മുങ്ങാനല്ലേ പറഞ്ഞുള്ളൂ. അതുമായി യോർദാനിൽ പോയി. നിനക്കെന്തറിയാം ഞാൻ ഏത് കുടുംബക്കാരാണെന്ന് അറിയാമോ? എൻ്റെ കുടുംബത്തിൻ്റെ മഹത്വം എത്ര ഉണ്ടെന്ന് നിനക്കറിയാമോ? സ്വത്രം. പിന്നെ എൻ്റെ അധികാരവും പദവി നിനക്കറിയാമോ? സ്വത്രം. ആരോടാ പറയുന്നത്? കൂടെ നടന്ന് സകലതും അറിയാവുന്ന, സ്വത്രം, തൻ്റെ ഭടനോട് പറയുകയാണ്, തൻ്റെ സൂക്ഷിപ്പുകാരനോട് പറയുക. ഞാനാണെങ്കിൽ പറഞ്ഞനെ, എടാ പുല്ല, നിനക്ക് സൗഖ്യമാവണമെങ്കിൽ നീ പോയി ആ പ്രവാചകൻ പറഞ്ഞ, ആ പാസ്റ്റർ പറഞ്ഞ് കേട്ട് ചെയ് എന്ന് ഞാൻ പറയുമായിരുന്നു. സ്വത്രം. പക്ഷേ അവൻ പറഞ്ഞത്, യജമാനനെ, ഇതിലും വലുത് പറഞ്ഞാൽ നീ ചെയ്യുമല്ലോ. പ്ലീസ്, എനിക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ രാജാവിന് വേണ്ടി, പ്ലീസ്. നോക്ക്, അത്രയും താഴുവാൻ അവൻ്റെ പ്രജയ്ക്ക് മനസ്സ് തോന്നി. അധികാര പദവിയിലിരിക്കുന്ന നയമാന് അത് വന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റി? സ്വത്രം. അവൻ്റെ രോഗത്തോടെ അവന് മടങ്ങേണ്ടുന്ന ഗതികേട് വന്നു. സ്വത്രം. 2 സ്റ്റെപ്പ് മുമ്പോട്ട് വയ്ക്കുമ്പോൾ 1 സ്റ്റെപ്പ് പുറകോട്ട് നയമാൻ നോക്കി. ഒന്ന് ശ്രമിക്കാം. കുഞ്ഞേ, ആ നയമാൻ നോക്കിയതുപോലെ നിൻ്റെ അധികാരവും പദവിയും നിൻ്റെ സ്ഥാനവും നിൻ്റെ മാനവും നിൻ്റെ പണവും ഒക്കെ അങ്ങോട്ട് മാറ്റി വച്ചിട്ട് ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു അതൊന്ന് ശ്രദ്ധ വെച്ച് കേൾക്ക്. എന്നിട്ട് അതിനൊന്ന് മനസ്സ് കൊടുത്ത് നോക്ക്. സ്വത്രം. സ്വത്രം. നമ്മളൊക്കെ പറയുന്ന ഒത്തിരി പാരമ്പര്യങ്ങളുണ്ട്. സ്വത്രം. പള്ളിയുടെ പാരമ്പര്യം, പട്ടക്കാരുടെ പാരമ്പര്യം, കുടുംബത്തിൻ്റെ പാരമ്പര്യം. സ്വത്രം. ഈ പാരമ്പര്യം ഒന്നും രോഗത്തിന് കണക്കല്ല. രോഗം നിൻ്റെ പാരമ്പര്യം നോക്കി, നിൻ്റെ കുടുംബം നോക്കിയല്ല വരുന്നത്. രോഗം ആരെയും പിടിക്കും. അത് അവസാനം നിന്നെ മരണത്തോടെ നീക്കത്തുള്ളൂ. അത് നീക്കാതെ ഇരിക്കണമെങ്കിൽ, ആ രോഗത്തിന് ശമനം വേണമെന്നുണ്ടെങ്കിൽ ഒരു മെഡിസിനും കഴിച്ചാൽ നീ ആഗ്രഹിക്കുന്ന പൂർണ്ണ ശമനം കിട്ടത്തില്ല. സർവശക്തനായി ദൈവം തീരുമാനിക്കണം. കാരണം നിൻ്റെ നാഡി ഞരമ്പുകൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്യണമെന്ന് അറിയാവുന്ന ഒരുത്തനേ ഉള്ളൂ. ഏത് ഞരമ്പിനാണ് പ്രോബ്ലം വന്നതെന്ന് അറിയാവുന്ന ഒരുത്തനേ ഉള്ളൂ. അത് ഉരുവാക്കിയ സർവശക്തനായ ദൈവം. ആ ദൈവത്തിൻ്റെ കാര്യത്തിൽ നീ അങ്ങ് കൊടുക്ക്. ഇവിടെ ജാതിയും മതവും വർഗവും നിറവും മണവും ഗുണവും ഒക്കെ ഉണ്ടാക്കിയത് മനുഷ്യനാണ്. ദൈവം ജാതിയും മതമൊന്നും ഉണ്ടാക്കിയില്ല. യേശുക്രിസ്തു ക്രിസ്ത്യാനിയുടെ ദൈവമല്ല. യേശുക്രിസ്തു അങ്ങനെ എങ്ങും പറഞ്ഞിട്ടുമില്ല ഞാൻ ക്രിസ്ത്യാനികളെ നന്നാക്കാൻ വന്നതാണെന്ന്. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തിൽ പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. സ്വത്രം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവനോടെ ഇരുന്ന് ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ രക്ഷകനായ യേശുവേ എന്നൊന്ന് വിളിക്കാൻ നീ തയ്യാറായാൽ നിൻ്റെ ജാതിയും മതവും നിറവും പണവും ഗുണവും നോക്കാതെ യേശു നിൻ്റെ അടുക്കൽ വരും. എന്നിട്ട് ചോദിക്കും, മോനെ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? സ്വത്രം. വഴിയരികിൽ ഇരന്നുകൊണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് ഇവന് നിലവിളിച്ച് വാവിട്ട് യേശുവേ മഹോന്നതനായ ദാവീദിൻ്റെ പുത്ര എന്ന് വിളിച്ചപ്പോൾ കൂടെ പോയ ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നവരും അവൻ്റെ വായടപ്പിക്കാൻ വാപൊത്തി. ലോകം നിൻ്റെ വാ പൊത്തും, പക്ഷെ സ്വർഗം നിൻ്റെ വാ തുറക്കും. സ്വത്രം. നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് പിശാചിന് നന്നായിട്ടറിയാം. നീ ദൈവത്തെ ഉയർത്തുമെന്നും ദൈവത്തിൻ്റെ സാക്ഷിയായി നിൽക്കുമെന്നും പിശാചിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഏതു വിധത്തിലും നിന്നെയും നിൻ്റെ കുഞ്ഞുങ്ങളെയും നിൻ്റെ കുടുംബത്തെയും തകർക്കാൻ അവൻ പദ്ധതി ഒരുക്കും. ദൈവത്തോട് അടുക്കാതെ ഇരിക്കണമെന്ന് പല മാർഗങ്ങൾ നിൻ്റെ മുമ്പാകെ വരച്ച് കാണിച്ചിട്ട് അവിടെ നിന്നെ ഓടിക്കും.
പക്ഷെ എൻ്റെ കർത്താവിന് പല മാർഗമല്ല, ഒരു മാർഗമേ ഉള്ളത്, ക്രൂശിൻ്റെ മാർഗമാണ്. ആ ക്രൂശിങ്കലേക്ക് നോക്കി എൻ്റെ രക്ഷകൻ എനിക്കായി പ്രാണൻ ചിന്തിയ ഈ ക്രൂശിൻ്റെ മഹത്വം എന്നിൽ ജീവനായി വെളിപ്പെട്ടു വരണമെന്ന് നീ ആഗ്രഹിച്ചാൽ സ്വർഗം അത് നിൻ്റെ മുൻപിൽ വെളിപ്പെടുത്തും. സ്തോത്രം. മനസ്സില്ലാ മനസ്സോടെ നയമാൻ വെള്ളത്തിലിറങ്ങി. സ്തോത്രം. വെള്ളത്തിലിറങ്ങുമ്പോൾ അവൻ്റെ മനസ്സിനകത്തുള്ള ചിന്ത, ഞാൻ എൻ്റെ ബുദ്ധിയിലൂടെ പറയുകയാണ്, ഞാൻ ഈ വെള്ളത്തിൽ നിന്ന് കയറി വരും, സൗഖ്യമായില്ലെങ്കിൽ നിന്നെയും കൊല്ലും, ആ കള്ളപ്രവാചകനെയും കൊല്ലും. അവന്മാർ ഇറങ്ങിയിട്ട് ഇങ്ങനെ യേശുവിൻ്റെ പേരും പറഞ്ഞ് നടക്കണം. അവനെ ഞാൻ വെച്ചേക്കത്തില്ല, അവൻ്റെ നാമം പോലും ഇവിടെ പറയാൻ സമ്മതിക്കുന്നത്. ഞാൻ ഒന്ന് മുങ്ങട്ടെ, ഞാൻ മുങ്ങിട്ട് എഴുന്നേക്കട്ടെ, ഞാൻ നോക്കട്ടെ. സ്വത്രം നമ്മൾ പറയാറില്ലേ? സ്വത്രം നമ്മളും പറയാറുള്ളത് ഏതൊക്കെ? അയ്യോ, നമ്മൾ അതിനപ്പുറത്ത് വല്ലതും പറയുമെങ്കിലേ ഉള്ളൂ. സ്വത്രം. കുഞ്ഞേ, അങ്ങനെയെങ്കിലും നിൻ്റെ ഹൃദയം ദൈവത്തിനൊന്ന് കൊടുത്തു നോക്കി, നീ രക്ഷ പ്രാപിക്കും. സ്വത്രം. അങ്ങനെയെങ്കിലും നീ നിൻ്റെ ഹൃദയം ദൈവത്തിനൊന്ന് കൊടുത്തു നോക്ക്, ദൈവം നിന്നെ രക്ഷിക്കും. സ്വത്രം. 6 പ്രാവശ്യം മുങ്ങിട്ടും ഒന്നുമുണ്ടായില്ല. സ്വത്രം. തൻ്റെ ദേഷ്യമെല്ലാം മറന്ന് 6ാമത്തെ പ്രാവശ്യം മുങ്ങിയപ്പം അവൻ പറഞ്ഞു, ഇങ്ങനൊരു വാക്ക് പറഞ്ഞു, ഇനി 1 പ്രാവശ്യം കൂടെ മുങ്ങണം, ആ മുങ്ങിയിട്ട് ഞാൻ പൊങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തരാം. സ്വത്രം. കൂടെ നിന്ന തൻ്റെ പരിചാരം പറഞ്ഞ യജമാനനെ 7 പ്രാവശ്യം മുങ്ങാനല്ലേ പറഞ്ഞ്, 7 പ്രാവശ്യം മുങ്ങിയിട്ട് നീ കാണിച്ചാൽ മതി. സ്വത്രം. ഇന്ന് രാത്രിക്കാലം വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, എൻ്റെ കർത്താവ് ആർക്കും കടക്കാരനല്ല. കർത്താവിനെ സ്നേഹിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളും ആർക്കും കടക്കാരല്ല. കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു കുഞ്ഞിനെയും ദൈവം വെറുതെ വിടത്തുമില്ല. അവന് അനുഗ്രഹിക്കും, അവന് ഉയർച്ച കൊടുക്കും, അവന് നന്മ കൊടുക്കും, അവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടതായി മാറും. നീ ഒരു അനുഗ്രഹമായിരിക്കും. ആ അനുഗ്രഹം നിന്നിലൂടെ നിൻ്റെ തലമുറയിലേക്ക് ഒഴുകിയെത്തുവാൻ ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നു. അത് പ്രകാരം നീ നിൽക്ക്. 7ാമത്തെ പ്രാവശ്യം യോർദാനിൽ നയമാൻ മുങ്ങിപ്പൊങ്ങുമ്പോൾ നയമാൻ ഒരു കാര്യം മനസ്സിലായി, ആ ഉപദേശിയുടെ ദൈവമാ ജീവനുള്ള ദൈവമെന്ന്. സ്വത്രം. കുഞ്ഞേ, കോട്ടും സൂട്ടും ഒന്നും ഇല്ലെങ്കിലും, കാണാൻ വലിയ മോടിയുള്ള വസ്ത്രമില്ലെങ്കിലും, നിന്റെ അകത്ത് യേശു ഉണ്ടെങ്കിലുണ്ടല്ലോ, നിന്നെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട വേറെ വ്യക്തിയില്ലെന്ന് നീ തിരിച്ചറിയാൻ ശ്രമിക്കേ. സ്വത്രം. സമൂഹത്തിൽ നിന്നെ 100 പേർ അംഗീകരിച്ചില്ലെങ്കിലും, സമൂഹം നിനക്കൊരു നല്ല മാന്യതയുടെ പേരും വസ്ത്രവും തന്നില്ലെങ്കിലും, നിന്റെ അകത്തളത്തിൽ യേശു ജീവിക്കുന്നെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ നീ, നിന്റെ കുടുംബം, നിന്റെ കുഞ്ഞുങ്ങൾ ഉയർച്ച പ്രാപിക്കും. സ്വത്രം. കുഞ്ഞേ, നിന്റെ കൂട്ടുകുടുംബക്കാർ, നിന്റെ കൂടപ്പിറപ്പുകൾ നിന്നെ അംഗീകരിച്ചില്ല. നിന്റെ ജീവിതത്തിൽ കുറേ ബാധ്യതകളും കുറേ വേദനകളും മാത്രമാണ്. ഞാനിനി ജീവിച്ചിട്ടൊരു അർത്ഥവുമില്ല, ആത്മഹത്യ അല്ലാതെ മറ്റൊന്നുമില്ല. എന്നെ അറിയുവാൻ, എന്നെ സ്നേഹിക്കുവാൻ, എൻ്റെ കൂടെ വരുവാൻ എനിക്കാരുമില്ല. എൻ്റെ കൂടെ നിന്നവരും കൂട്ടുവന്നവരും എല്ലാം ഇട്ടേച്ചു പോയി. ഇനി മരണമല്ലാതെ ഇനി എനിക്ക് വേറൊന്നുമില്ലെന്ന് നീ ചിന്തിക്കുമ്പോൾ ഇന്ന് രാത്രിക്കാലം പരിശുദ്ധാത്മ വ്യക്തമായി പറയാ, യേശുവിനെ നിന്റെ ഹൃദയത്തിനകത്ത് ഒന്ന് സ്വീകരിപ്പാൻ നീ തയ്യാറാകുക. നീ ഉയർച്ച പ്രാപിക്കും. എല്ലാ തകർച്ചയും മാറി നീ മാനിക്കപ്പെട്ട നിലവാരത്തിലേക്ക് കർത്താവ് നിന്നെ ഉയർത്തി മാനിക്കും. വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നവൻ, എൻ്റെ ഭാഷയിലാണേ പറയുന്നത്, എടാ സത്യമാടാ, ആ പ്രവാചകൻ പറഞ്ഞ സത്യമാടാ. സ്വത്രം. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും അങ്ങ് കൊടുക്കാം. സ്വത്രം. സൗജന്യമായിട്ടാ സൗഖ്യമായത്, എങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാതെ പോകുന്നത് മോശമാ. സ്വത്രം. അങ്ങനല്ലേ? ഉപദേശിയെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു. ഉപദേശി വന്ന് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം വന്നു. ഉപദേശിക്ക് കാശ് കൊടുത്തില്ലെങ്കിൽ ഉപദേശി എന്തോ പറയും? സ്വത്രം. ഇവിടെ തൊട്ടടുത്ത് സ്വത്രം മരിയാപുരത്ത് സ്വത്രം ഒരു സഹോദരന് 2 പെൺകുഞ്ഞുങ്ങൾ. സ്വത്രം. ആ സഹോദരൻ ഒരു 70 സെൻറ്റ് സ്ഥലമുണ്ട്, വേറൊരു 5 സെൻറ്റ് വീട് സ്ഥലമുണ്ട്. ആ 70 സെൻറ്റ് സ്ഥലം വിറ്റിട്ട് വേണം തൻ്റെ മകളെ വിവാഹം കഴിച്ചയക്കാൻ.
സ്വത്രം. അദ്ദേഹം ഒരുപാട് ബ്രോക്കർമാരെയൊക്കെ കണ്ടു. ആ വസ്തു കച്ചവടമായി പോകുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കൺവെൻഷന് സിസ്റ്റം വർക്ക് ചെയ്യാൻ വന്ന ആ പ്രിയ ചേട്ടനോട് പറഞ്ഞു, എടാ, എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടന്നില്ല, ഞാൻ ആത്മഹത്യ ചെയ്യും. അവിടുത്തെ പള്ളിയിലെ വലിയ തലതൊട്ടപ്പൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ആളാ. പ്രതീക്ഷയില്ല. നോക്ക്, മധുവയ്ക്കകത്ത് ശുശ്രൂഷ ചെയ്യുന്ന ആ മനുഷ്യൻ പറഞ്ഞ ആത്മഹത്യ ചെയ്യുമെന്ന്. അത് കേട്ടപ്പോൾ ആ പാവപ്പെട്ട സഹോദരൻ്റെ മനസ്സിനകത്തൊരു വേദന. എപ്പോഴും കണ്ണിൻ്റെ മുമ്പിൽ കാണുന്ന ആളല്ലേ, വേണ്ട, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞാനൊരു പാസ്റ്ററെ കൊണ്ടുവരാം. ആ കത്തോലിക്ക പള്ളിയിലെ ആ പുരോഹിതൻ്റെ കയ്യാളായി നിൽക്കുന്ന ആ പുള്ളി ഒരു പെന്തിക്കോസ് പാസ്റ്ററെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചെന്ന് പറഞ്ഞ ആ പുള്ളിയെ പിന്നെ ആ പള്ളി നിർത്തുമോ? അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ആരും അറിയണ്ട, അറിയാതെ പുള്ളി ഇങ്ങ് കൊണ്ടുവന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്വത്രം. അങ്ങനെ ആ പ്രിയപ്പെട്ട സഹോദരൻ എന്നെ വിളിച്ചു. ഞാൻ ആ സഹോദരനോട് രാവിലെ പോയിട്ട് ആ പറമ്പിൽ നിന്നുകൊണ്ട് ഒരു പിടി മണ്ണ് വാരിയിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, മക്കളെ തന്നത് ദൈവമാണെങ്കിൽ, അവരുടെ ഭാവിയെ ഇത്രത്തോളം കൊണ്ടുവരാൻ സഹായിച്ച ദൈവമാണെങ്കിൽ, നിങ്ങൾ ആ മധുവയ്ക്കകത്ത് നിന്നുകൊണ്ട് ദൈവത്തെയാണ് ഉയർത്തിയതെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ഈ ഒരു പിടി മണ്ണിനെ സാക്ഷി നിർത്തി പറയുക, നിങ്ങളുടെ കുഞ്ഞിൻ്റെ വിവാഹം അതിൻ്റെ ഏറ്റവും മാന്യതയും ശ്രേഷ്ഠമായി നടക്കും. ഈ വസ്തു നിങ്ങൾക്ക് നന്മയായി കൂടി വ്യാപരിക്കും. സ്വത്രം. 6 മാസമായി നടക്കാത്ത ആ വസ്തുവിൻ്റെ കച്ചവടം പിറ്റേന്ന് ഓക്കെ ആയി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്തേ ഈ 6 മാസം കൊണ്ട് കണ്ട നേർച്ചകളും കാഴ്ചകളും കുമ്പസാരങ്ങളും എല്ലാം നടക്കാത്തത്? ചില മണിക്കൂറുകൾ, ചില മിനിറ്റുകൾ ദൈവസന്നിധിയിൽ കേൾപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചപ്പം നടന്നത്. സ്വത്രം. എൻ്റെ മിടുക്കല്ല, എൻ്റെ കഴിവല്ല. ആ മധുവയ്ക്കകത്ത് നിൽക്കുമ്പോഴും ആ സഹോദരൻ്റെ ഹൃദയം തേങ്ങുകയാ. തൻ്റെ കുഞ്ഞിൻ്റെ ഭാവി എന്താകും? തൻ്റെ കുഞ്ഞിനൊരു ജീവിതം ഒരുക്കി കൊടുത്തില്ലെങ്കിൽ ഞാൻ ജീവിച്ചിട്ട് അർത്ഥമില്ലെന്ന് പറഞ്ഞു ഉരുകുമ്പോൾ സ്വർഗം അത് കണ്ട് കോടീശ്വരന്മാരുള്ള പള്ളിയാ. ആ പാവപ്പെട്ട സഹോദരൻ്റെ കണ്ണുനീര് കാണാൻ ആരുമുണ്ടായിരുന്നില്ല. പക്ഷെ സ്വർഗം കണ്ടു. എന്തിന് ഞാനിത് പറഞ്ഞെന്നറിയാമോ? ഒരു പക്ഷേ കേൾക്കുന്ന സമയത്ത് ആർക്കെങ്കിലും എന്നോട് ദേഷ്യമോ വിഷമോ വല്ലതും തോന്നെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, കർത്താവ് നിൻ്റെ കണ്ണുനീരിന് മറുപടി തരുന്നവനാ. നീ എവിടെ നിന്ന് കരഞ്ഞാലും എൻ്റെ സ്വർഗം അത് കേൾക്കും. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവനാ എൻ്റെ കർത്താവ്. അവൻ സാഹചര്യങ്ങൾ നോക്കിയിട്ടല്ല, അവൻ വലിയ പള്ളി നോക്കിയിട്ടല്ല, അവൻ പുരോഹിതനെ നോക്കിയിട്ടല്ല, അവൻ പാസ്റ്ററെ നോക്കിയിട്ടല്ല. വചനം എന്ത് പറയുന്നു? അത് നോക്കിയിട്ട് അതുപ്രകാരം ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞപ്പോൾ സ്വർഗം പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് രാത്രികാലം പറയട്ടെ, കൊണ്ടു കൊടുക്കുവാൻ പോയ നയമാനോട് പ്രവാചകൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിൻ്റെ നയാ പൈസ എനിക്ക് വേണ്ട. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ നയാ പൈസ എനിക്ക് വേണ്ട. കാരണം ഞാൻ പ്രതിഫലത്തിന് വേണ്ടിയല്ല കർത്താവ് എന്നെ ഏൽപ്പിച്ചത് ചെയ്തത്. സ്വത്രം. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടിയാ. ഒന്നുകൂടി പറയട്ടെ, ആ സഹോദരൻ എന്തോ ഒരു പൊതി എൻ്റെ മുന്നിൽ കൈനീട്ടി. ഞാൻ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ചായ സന്തോഷത്തോടെ കരത്തിൽ വെച്ചിട്ട് കുഞ്ഞിൻ്റെ വിവാഹം നടക്കട്ടെ. സ്വർഗം വലിയവനാ സഹോദരങ്ങളെ. സ്വർഗം പ്രാർത്ഥന കേൾക്കുന്നവനാ. പ്രതിഫലം വാങ്ങുമ്പോൾ നീ ഓർക്കണം, അത് അർഹതയുള്ളവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാവുള്ളൂ. അർഹതയില്ലാത്തവൻ്റെ കാര്യത്തിൽ നിന്ന് പ്രതിഫലത്തിനായി നീ പോവരുത്. സ്വർഗം നിനക്ക് വേണ്ടത് തരുവാൻ മതിയായവനാ. ഇന്ന് രാത്രികാലം പറയട്ടെ, നയമാനോട് പറഞ്ഞു, മോനെ, നീ കൊണ്ടുവന്നത് നീ കൊണ്ടുപൊക്കോ. നിൻ്റെ സൗഖ്യം നിൻ്റെ ജീവിതകാലം മുഴുവനും നിന്നോട് കൂടെ ഇരിക്കട്ടെ. സ്വത്രം. ആ സൗഖ്യത്തോടെ സന്തോഷത്തോടെ അവൻ മടങ്ങി. സ്വത്രം. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം നാം
തുടങ്ങുന്നത് സന്തോഷത്തോടെ ആയിരിക്കണം, സമാധാനത്തോടെ ആയിരിക്കണം, ദൈവകൃപയോടെ ആയിരിക്കണം. കാരണം ദൈവത്തിന് മാത്രമേ നിന്നെയും എന്നെയും സഹായിപ്പാൻ കഴിയത്തുള്ളൂ. ബാക്കി ലോകത്തിൽ ആര് നിന്നെ എന്നെ സഹായിച്ചാലും ഒരു പരിധി വരെ ഉണ്ടാകത്തുള്ളൂ. പരിധി കഴിയുമ്പം നീ ഞാനും തോറ്റുപോകും. എന്നാൽ അന്ത്യത്തോളം ജയത്തോടെ നടത്താമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ബലമുള്ള കരത്തിൽ നിന്നെ താഴ്ത്തി കൊടുക്ക്. കർത്താവ് നിന്നെ ഉയർത്തി മാനിക്കും. ഈ വചനങ്ങളാൽ സ്വർഗം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ ദൈവം